എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണിത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികൾ. കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികൾ സിലിയറി പേശികൾ. സിലിയറി പേശികളാണ് കണ്ണിലെ ബൈകോൺവെക്സ് ലെൻസിൽ കാണപ്പെടുന്ന പേശികൾ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധൻ എറിക് വാൻമേയർ. എറിക് വാൻമേയർ ആണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ അന്ധൻ. മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? കയ്യൂർ സമരം. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് മഠത്തിൽ അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ എന്നിവർ തൂക്കിലേറ്റപ്പെട്ടത്. സൂര്യന്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണം. സൂര്യന്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്ന ഉപകരണം സെക്സ്റ്റന്റ്. സെക്സ്റ്റന്റ് എന്ന ഉപകരണം ഉപയോഗിച്ചാണ് സൂര്യന്റെയും ആകാശഗോളങ്ങളുടെയും ഉന്നതി അളക്കുന്നത്. ലോക സോറിയാസിസ് ദിനം. ലോക സോറിയാസിസ് ദിനം ഒക്ടോബർ 29. ഒക്ടോബർ 29 ലോക സോറിയാസിസ് ദിനം. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില അവസാദശില. അവസാദശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം 1951. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം 1954. 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്. ജിപ്സത്തെ 120 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം. ജിപ്സത്തെ 120 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സത്തെ 120 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ്. മുഹമ്മദ് യൂനുസ് ആണ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം മലബാർ ലഹള. മലബാർ ലഹളയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി. കബനി നദിയാണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത്. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് റാം സിംഗ് താക്കൂർ. റാം സിംഗ് താക്കൂർ ആണ് ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത്. വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തതാര്? വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത് കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമനാണ് വയലാർ അവാർഡ് ജേതാക്കൾക്ക് നൽകി വരുന്ന ശില്പം രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത് സുഭദ്രകുമാരി ചൗഹാൻ. സുഭദ്രകുമാരി ചൗഹാനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യ വനിതാ സത്യാഗ്രഹി എന്നറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ 23. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ഇൻക്യുബേറ്ററിലെ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? ഇൻക്യുബേറ്ററിലെ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 99.5 ഡിഗ്രി മുതൽ 100.5 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയാണ്. ഇൻക്യുബേറ്ററിലെ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 99.5 ഡിഗ്രി മുതൽ 100.5 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം
ഉദയ്പൂർ. ഉദയ്പൂർ ആണ് തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പട്ടണം. കുട്ടംകുളം സമരത്തിന്റെ നേതാവ്. കുട്ടംകുളം സമരത്തിന്റെ നേതാവ് PK കുമാരൻ മാസ്റ്റർ. PK കുമാരൻ മാസ്റ്ററാണ് കുട്ടംകുളം സമരത്തിന്റെ നേതാവ്. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി സ്ക്ലീറ. സ്ക്ലീറയാണ് നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി. PK കാളൻ ഏതു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PK കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക. PK കാളൻ ഒരു ഗദ്ദിക കലാകാരനാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. കൊല്ലം ജില്ലയിലെ തെന്മലയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. കേരളത്തിന്റെ ഏക കണ്ടോൺമെന്റ്. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത്. മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ. മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം കറുകച്ചാൽ ഇംഗ്ലീഷ് സ്കൂൾ. കറുകച്ചാൽ ഇംഗ്ലീഷ് സ്കൂളാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം. ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം ജീവകം ഇ. ജീവകം ഇ ആണ് ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയാണ് ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. പ്ലാറ്റിനമാണ് ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത്. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായി കാണുന്ന വാതകം. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായി കാണുന്ന വാതകം സെനോൺ. സെനോൺ ആണ് ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായി കാണുന്ന വാതകം. പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത്. പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രമാണ് പ്രാചീന സംസ്കൃത സാഹിത്യത്തിൽ രത്നാകര എന്നറിയപ്പെട്ടത്. തിരുവനന്തപുരം ജില്ലയിൽ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാം. നെയ്യാർ ഡാമിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കൾ. ചുവന്ന രക്താണുക്കളാണ് എരിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം. ഇന്ത്യയിൽ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം ചന്ദിരൂർ. ആലപ്പുഴയിലെ ചന്ദിരൂറാണ് ഇന്ത്യയിൽ ആദ്യത്തെ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയ ഗ്രാമം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം മാലക്കണ്ണ്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വ, വ്യാഴം. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായിട്ടാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം ഏത് തരം ചലനമാണ്? ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം ഏത് തരം ചലനമാണ്? നേർരേഖാചലനം. ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം ഒരു നേർരേഖാചലനത്തിന് ഉദാഹരണമാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത KC ഏലമ്മ. KC ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത. കലക്കത്തു ഭവനം ആരുടെ ജന്മഗൃഹമാണ്? കലക്കത്തു ഭവനം ആരുടെ ജന്മഗൃഹമാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമാണ് കലക്കത്തു ഭവനം. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം.
APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.852 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ സമം 1.852 കിലോമീറ്റർ. വർണ്ണാന്ധത അറിയപ്പെടുന്ന പേര്. വർണ്ണാന്ധത അറിയപ്പെടുന്ന പേര് ഡാൾട്ടനിസം. ഡാൾട്ടനിസം എന്നാണ് വർണ്ണാന്ധത അറിയപ്പെടുന്ന പേര്. നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട്. ബാണാസുര സാഗർ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ട്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത്. ഭക്തകവി എന്നറിയപ്പെടുന്നത് ആര്? ഭക്തകവി എന്നറിയപ്പെടുന്നത് പൂന്താനം. പൂന്താനമാണ് ഭക്തകവി എന്നറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം ഇന്ത്യ നാണയം പുറത്തിറക്കിയ വർഷം. ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം ഇന്ത്യ നാണയം പുറത്തിറക്കിയ വർഷം 1964. ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം ഇന്ത്യ നാണയം പുറത്തിറക്കിയത് 1964. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നതിനാവശ്യമായ രാസവസ്തു. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നതിനാവശ്യമായ രാസവസ്തു കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡാണ് ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നതിനാവശ്യമായ രാസവസ്തു. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി. സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി വികിരണം. സൗരോർജം ഭൂമിയിലെത്തുന്നത് വികിരണം മൂലമാണ്. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ്? ന്യൂഡൽഹി. 1959 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത്. അശോക ചക്രത്തിലെ അരക്കാലുകൾ. അശോക ചക്രത്തിലെ അരക്കാലുകൾ 24. അശോക ചക്രത്തിൽ 24 അരക്കാലുകളാണുള്ളത്. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം. APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷം 1997. 1997 APJ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ചത്. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ജൻധൻ യോജന. ജൻധൻ യോജനയാണ് എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി. ഒളിമ്പിക് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? ഒളിമ്പിക് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? 5 വളയങ്ങൾ. ഒളിമ്പിക് ചിഹ്നത്തിൽ 5 വളയങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആണ് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട്. സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ ആണ് സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട്. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? ദോലനം. വാഹനങ്ങളുടെ വൈപ്പറിന്റെ ചലനം ദോലനം എന്ന ചലനത്തിന് ഉദാഹരണമാണ്. ഡോളമൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഡോളമൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? മഗ്നീഷ്യം. ഡോളമൈറ്റ് മഗ്നീഷ്യത്തിന്റെ അയിരാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയർ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. ആറ്റത്തിന്റെ ന്യൂക്ലിയർ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ
ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയർ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. മോഹിനിയാട്ടത്തിന്റെ പ്രമാണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന വ്യവഹാരമാല എന്ന പുസ്തകം രചിച്ചതാര്? മോഹിനിയാട്ടത്തിന്റെ പ്രമാണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന വ്യവഹാരമാല എന്ന പുസ്തകം രചിച്ചത് മഴമംഗലം നാരായണൻ നമ്പൂതിരി. മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് മോഹിനിയാട്ടത്തിന്റെ പ്രമാണ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന വ്യവഹാരമാല എന്ന പുസ്തകം രചിച്ചത്. ചെങ്ങറ ഭൂസമരത്തിന് നേതൃത്വം നൽകിയ സംഘടന. ചെങ്ങറ ഭൂസമരത്തിന് നേതൃത്വം നൽകിയ സംഘടന സാധുജന വിമോചന സംയുക്ത വേദി. ചെങ്ങറ ഭൂസമരത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ് സാധുജന വിമോചന സംയുക്ത വേദി. അയോഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം. അയോഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം ഗോയിറ്റർ. അയോഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗമാണ് ഗോയിറ്റർ. ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? വൻകരകളെ. ഒളിമ്പിക് ചിഹ്നത്തിന്റെ വളയങ്ങൾ വൻകരകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? ഘൂർണന ചലനം. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിന്റെ കറക്കം ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി. കൊയിലാണ്ടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം. ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജം സ്ഥിതികോർജം. ഡാമിൽ കെട്ടിനിർത്തിയിരിക്കുന്ന ജലത്തിൽ ഉൾക്കൊള്ളുന്ന ഊർജമാണ് സ്ഥിതികോർജം. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. ജോസഫ് മുണ്ടശ്ശേരി അവാർഡാണ് അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ്. മാൾവ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനമേത്? മാൾവ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനം ചുവന്ന മണ്ണ്. മാൾവ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമികളിൽ സുലഭമായ മണ്ണിനമാണ് ചുവന്ന മണ്ണ്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത് 1907 മാഡം ഭിക്കാജി കാമയാണ്. ഏത് രാജ്യത്താണ് സ്റ്റഡ്ഗട്ട്? ഇന്ത്യയുടെ ദേശീയ പതാക സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത് 1907 മാഡം ഭിക്കാജി കാമയാണ്. ഏത് രാജ്യത്താണ് സ്റ്റഡ്ഗട്ട്? ജർമ്മനി. ജർമ്മനിയിലാണ് സ്റ്റഡ്ഗട്ട്. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക സ്റ്റഡ്ഗട്ടിൽ ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 മാഡം ഭിക്കാജി കാമ ഇന്ത്യയുടെ പതാക സ്റ്റഡ്ഗട്ടിൽ ഉയർത്തിയത്. ഭൂമിയുടെ പലായന പ്രവേഗം. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂർ. മറയൂറാണ് മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആർ ശങ്കർ. ആർ ശങ്കറാണ് കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം. ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് ആണ് ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം. ത്വക്കിനെ കുറിച്ചുള്ള പഠനം. ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെർമറ്റോളജി. ഡെർമറ്റോളജി എന്നാണ് ത്വക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ഗുരുശിഖർ ഏത് മലനിരയുടെ ഭാഗമാണ്? ആരവല്ലി. ഗുരുശിഖർ ആരവല്ലി മലനിരയുടെ ഭാഗമാണ്. കൊങ്കണി ഏത് ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്നു? കൊങ്കണി ഏത് ഭാഷാഗോത്രത്തിൽ ഉൾപ്പെടുന്നു? ഇന്തോ ആര്യൻ. കൊങ്കണി ഇന്തോ ആര്യൻ ഭാഷാഗോത്രത്തിലാണ് ഉൾപ്പെടുന്നത്. ഏത് സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ് ഖോണ്ടുകൾ? ഏത് സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ് ഖോണ്ടുകൾ? ഒഡീഷ. ഒഡീഷ സംസ്ഥാനത്തെ ഗോത്രവിഭാഗമാണ് ഖോണ്ടുകൾ. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഹിന്ദുസ്ഥാൻ ബാങ്കാണ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതുസമുദ്രം പദ്ധതി എവിടെയാണ്? ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതുസമുദ്രം പദ്ധതി എവിടെയാണ്? പാക് കടലിടുക്കിൽ. പാക് കടലിടുക്കിലാണ് ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സേതുസമുദ്രം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് പ്രഭു. വില്യം ബെന്റിക് പ്രഭുവാണ് ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അനാകാർഡിക് ആസിഡ്. അനാകാർഡിക് ആസിഡാണ് കശുവണ്ടിയുടെ തോടിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക്. ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക് മുദ്രാ ബാങ്ക്. മുദ്രാ ബാങ്കാണ് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ബാങ്ക്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? 4 മിനിറ്റ്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ 4 മിനിറ്റാണ് വ്യത്യാസപ്പെടുന്നത്. മരുഭൂമിയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ്. മരുഭൂമിയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ് വാണിജ്യവാദം. വാണിജ്യവാദമാണ് മരുഭൂമിയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന കാറ്റ്. മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ്? വാളയാർ. വാളയാറിലാണ് മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിത. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. അമ്മു സ്വാമിനാഥനാണ് ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിത. മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റ് ആണ്? 98.6 ഫാരൻഹീറ്റ്. 98.6 ഫാരൻഹീറ്റ് ആണ് മനുഷ്യ ശരീരത്തിന്റെ സാധാരണ താപനില ഫാരൻഹീറ്റിൽ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.